വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് പപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ആലപ്പുഴ ബീച്ചിലോട്ടൊക്കെ പോകാമെന്ന് കരുതി. അതുമല്ല ജോമിക്കുട്ടി കുറേ നാളുകൊണ്ട് കാക്കയുടെ ബൊമ്മ വേണം. അപ്പോൾ നമുക്ക് അത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അങ്ങനെ കാറ് കയറാൻ വന്നപ്പോൾ ദേണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ സീറ്റിൽ പുള്ളിക്കാരത്ത് ഭയങ്കര ഗമയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ജസ്റ്റ് നോക്കിയിട്ട് തിരിഞ്ഞാൽ ഇതേ ബേക്കിൽ അമ്മയും അപ്പയൊക്കെ ഉണ്ട്, കുഞ്ചുണ്ട്. ജോമിക്കിട്ട് രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലൊക്കെയാണ് അവളെ പിടിച്ചെണീപ്പിച്ച് എൻ്റെ മടിയിലോട്ടിരുത്തിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിലൊക്കെ യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു ഹോട്ടൽ തപ്പിയാണ് കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറി കഴിച്ചേക്കാന്ന്. ഞങ്ങളിതുവരെ അവിടെ കയറി കഴിച്ചിട്ടില്ല, ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ കാണത്തുള്ളൂ കേട്ടോ, മിസ്റ്റർ ലോബ്സ്റ്ററിൽ കയറി. അവിടെ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്, പിള്ളേർക്ക് ഓടി കളിക്കാനും പിന്നെ ഇരിക്കുന്ന സ്ഥലമെല്ലാം അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് അകത്ത് തന്നെ ഒരു ചെറിയ കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമ്മൾ സ്ഥലം കാണാൻ വന്നവരല്ലല്ലോ, ഫുഡ് കഴിക്കാൻ വന്നവരല്ലേ, ഫുഡാണ് മുഖ്യം ബിഗിലെ. അങ്ങനെ ഞങ്ങൾ 4 സീ ഫുഡ് ചട്ടിച്ചോറിന് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെയാണ് കാര്യം വരുന്നത്. ഫുഡെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള ചോറ്, പിന്നെ കറികളും കുറവായിരുന്നു. എനിക്കെന്തായാലും ഫുൾ ചോറൊന്നും കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ചോറുണ്ടായിരുന്നു. ഈ സ്ഥലം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നത് കണ്ടില്ലേ. ജോസക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക, എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞിട്ട് പോലെ അവൾ ഇരിക്കുന്നില്ലെന്ന് ഇതേ കിടന്ന് ഓടുന്നു. ഈ ഹോളിൽ കണ്ടു കഴിഞ്ഞാൽ പഴയ തറവാടൊക്കെ അല്ലേ, അതൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ പാർക്കിംഗ് ഏരിയയും അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആ ചോറിനോടെ കിട്ടിയ പാൽപ്പായസമൊക്കെ അടിപൊളിയായിരുന്നു, അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ജോമിയ ജോസിയ കൊള്ളാമോ? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ജോമിയ ഞങ്ങളവിടെ നേരെ ഇറങ്ങി നേരെ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് എഴുതി. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജോമിക്കുട്ടിക്ക് ഒരു കാക്കയുടെ ബൊമ്മ മേടിക്കണം. അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 കടയിൽ കയറി നോക്കി. ഫസ്റ്റ് ക്രൈ കയറി, അല്ലാത്ത കട ഷോപ്പുകളിൽ കയറി. അതേണ്ടേ വിജയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ഞങ്ങൾ ഒരു വട്ടാനത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. സാറിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, എന്നൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബൊമ്മയുടെ കാര്യം അല്ലേ, ബൊമ്മ ഞങ്ങൾ തപ്പി നോക്കി. പക്ഷേ ഓരോരിടത്തും കാക്കയുടെ ബൊമ്മയില്ല. കാക്കയുടെ ബൊമ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ചിരിയായിട്ടാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് ജോമിക്കുട്ടി ബേക്കർ സിറ്റി പോയി അമ്മയുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാക്ക അന്വേഷിച്ച് കടയിൽ പോയപ്പോൾ അവരുടെയൊക്കെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമാണ് കാക്ക അന്വേഷിച്ചെന്നവരെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാക്കയെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതേ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് നേരെ ആലപ്പുഴ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടനാടുള്ള അടിപൊളി വ്യൂസ് കണ്ട് പോവാം. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ 3ാമത്തെ തവണയാണ് പോകുന്നത്. ഫസ്റ്റ് പോയപ്പോൾ ഈ റോഡ് ഫുള്ളും പണി നടക്കുമായിരുന്നു. റോഡ് പൊക്കുന്ന ആ ഒരു ഇതായിരുന്നു. വെള്ളം കയറുന്ന സമയത്ത് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഫുള്ളും മണ്ണിട്ട് പൊക്കുന്ന ആ ഇതായിരുന്നു, വർക്ക് നടക്കുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പാലം വന്നിട്ട് മേൽപ്പാലം വന്നിട്ടുണ്ട്. മേൽപ്പാലത്തിലൊക്കെ ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ വിടുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ വിടുന്നില്ല. അങ്ങനെ എപ്പോഴും പണികൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒത്തിരി അടുത്ത് നമുക്ക് ബ്ലോക്ക് വന്നു. പിന്നെ ഞങ്ങൾ കുറേ താമസിച്ചു അങ്ങ് എത്തിയപ്പോൾ ലേറ്റായി. വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുൾ കറക്കമാണ് അവർ പോകുന്നവരെ. വീട്ടിൽ നിൽക്കുന്ന സമയം വളരെ ചുരുക്കമാണ്. അവർക്കും അതൊരു സന്തോഷമാണ്. പാവമുണ്ട് കേട്ടോ. ജോമിക്കുട്ടി വഴി കാണുന്ന കാക്കയെ കണ്ടിട്ട് കാക്ക 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ വീട്ടിൽ വരുന്നവരെയും രാത്രി വരെ കാക്കയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, ജോമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാക്കേനെ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കാക്കപ്രേമികളുണ്ടോ എന്നാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുട്ടനാട് വഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് കുറേ താറാവുകളെ ഇങ്ങനെ നെറ്റിനകത്തിട്ടിട്ട് അതിന് മുട്ട വിൽക്കാൻ വെച്ചേക്കുന്നതും താറാവിനെ വിൽക്കാൻ വെച്ചേക്കുന്നതൊക്കെ കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം താറാവിനെയൊന്നും ഞാൻ കണ്ടില്ല, മുട്ടയൊക്കെ വിൽക്കാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടു.
നോക്കിക്കേ, ഒരുപാട് ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ടോ? എന്ത് ഭംഗിയാണ് ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്ന കാണാൻ അല്ലേ? ഞാനിതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല, എനിക്ക് പേടിയാണ് വെള്ളത്തിലൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ. നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബ്ലോക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ ബീച്ചിനോട് അടുത്തിട്ടുണ്ട്. ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ വരുന്നുണ്ടോ? ഇവിടെയാണ് ട്രെയിൻ നിർത്തുന്നത്. ഇനി നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ ഇനി നമ്മൾ പാർക്കിംഗ് ഏരിയ തപ്പണം. അതാണ് അടുത്ത ലക്ഷ്യം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പുറത്തെ പാലത്തിൻ്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ വന്നത്, അത്രയും ദിവസമായി വന്നിട്ട്. ഇപ്പോൾ വേറൊരു മേൽപ്പാലത്തിൻ്റെ പണി നടക്കുക. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ കണ്ടുപിടിച്ചു. അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ബീച്ചിൽ. ഞങ്ങളവിടെ എത്തേണ്ട താമസം. ബാക്ക് ഡോറ് തുറന്ന് ജോസക്കുട്ടി ഒരൊറ്റ ചാട്ടം ബീച്ചിലോട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോയി കളിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് നടക്കാൻ തുടങ്ങി. പപ്പയും അമ്മയും കുഞ്ചും കൂടെ ഫ്രണ്ടേ പോകുന്നുണ്ട്. അവിടെ ഒരു കപ്പലുണ്ടോ, എന്താ രസമല്ലേ കാണാൻ. ഇനി നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ജോമി കാക്ക കണ്ടോ? ജോമി കാക്ക ബീച്ചിൽ കാക്ക കണ്ടപ്പോൾ പപ്പയ്ക്ക് കിട്ടിയ കാക്കയെക്കുറിച്ച് അപ്പ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പയ്ക്ക് ഇടയ്ക്ക് മരം മുറിക്കുന്ന സമയത്ത് ഒരു കാക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, കാക്കക്കുഞ്ഞ. പക്ഷെ അത് ചത്തുപോയി. അപ്പോൾ പപ്പ പറയുമായിരുന്നു കാക്ക ചാവത്തില്ല എന്ന് ചുമ്മാ ആൾക്കാരെ പറയുന്നതൊക്കെ പറയുമായിരുന്നു. കടൽ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം ചാടി കളിക്കാൻ ഇറങ്ങി. പക്ഷേ ഇച്ചാൻ ഇറങ്ങിയില്ല, ഇച്ചാൻ ഷൂ ആയിട്ടിരുന്നത്. അപ്പം അത് നനയോന്ന് വിചാരിച്ചിട്ട് കരത്താൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറയും കൊടുത്തിട്ട് ഞാൻ കളിക്കാൻ പോയി. 2-3 ദിവസത്തിന് ശേഷം വെയിൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ചൂടാണ്, വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. കാറ്റടിക്കുന്നുണ്ടെങ്കിലും ആ ചൂട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ജോമിയ ഇവിടെ ജോമി ജോമിയ അവിടെ കയറും, ചില സമയം കയറും. കടലിൽ കളിച്ച് ജോസിയുടെ ഡ്രസ്സ് ഫുള്ളും നനഞ്ഞു. ഫുള്ള് മണ്ണും വെള്ളവും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര വെയിറ്റായി. അല്ലെങ്കിൽ വെയിറ്റുള്ള ഡ്രസ്സാണ്. പിന്നെ ജോസിക്കുട്ടി കിടന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ജോമിക്കുട്ടി പേടിച്ചു. അതുകൊണ്ട് ജോമിക്കുട്ടി പിന്നെ ഞാൻ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഡ്രസ്സ് ഫുള്ള് നനഞ്ഞതുകൊണ്ട് ജോസിക്കുട്ടി പിന്നെ തിരമാല വരുമ്പോൾ അത്രയും ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിക്കും. നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ജോസി തറയിൽ കുഴിച്ച് നോക്കാൻ തുടങ്ങി. അതിനടിയിൽ വെള്ളം ഉണ്ടെന്നൊക്കെ പറയുന്നത്.
അങ്ങനെ കുഴിച്ചിതാ ലാസ്റ്റ് 2 കൈയും വെച്ചിട്ട് കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ദേഹം മൊത്തം മണ്ണായി. എന്തിനടി നീ അത് ചെളി വാരോ? എന്തോ ജോസിയാ കാണിക്കുന്നേ? നിന്റെ ചെരുപ്പ് എവിടെ? രണ്ടേ കൊണ്ട് കളിച്ചോടി, കുഴപ്പമില്ല. വന്നില്ല. ആ മതി ഇവിടെ ഇവിടെ കൂട്ടിയാലേ വെള്ളം വന്ന് മാറി. അങ്ങനെ കൂട്ടണമെങ്കിൽ മേളിൽ പോയിരുന്ന് കൂട്ടും. വേണ്ട പോടെ, പോയി കൈ ഇടുക. വെള്ളം വരുന്നതിന് കൈ പോ. അങ്ങനെ ഞങ്ങൾ കടലിൽ ഒത്തിരി നേരം കളിച്ചു. കുറേ നാളായിട്ടോ ബീച്ചിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഒത്തിരി നേരം നിന്ന് കളിച്ചു. എന്നിട്ട് അടുത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിച്ചു. കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വണ്ടി കയറി നേരെ ചങ്ങനാശ്ശേരി പാർക്കിലോട്ട് പോകണം കേട്ടോ. ജോസിക്കുട്ടി ഒത്തിരി നാളുകൊണ്ട് പറയണുണ്ട് ഇങ്ങനെ പാർക്കിൽ പോകണമെന്ന്. ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് സമയം കിട്ടിയപ്പോൾ പക്ഷേ എന്നാലും ലേറ്റായി കേട്ടോ. ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. കാരണം ആ കുട്ടനാട് ആ ഒരു റോഡൊക്കെ ഒത്തിരി ബ്ലോക്കായിരുന്നു. എന്തായാലും പാർക്കിൽ വന്ന് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയി, 6:30 ആയി. അവിടുത്തെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അവിടെ ഒത്തിരി കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയവർക്ക് അതിൻ്റെ നാടുന്ന ഊഞ്ഞാലുണ്ട്. ഞാൻ ആദ്യം തന്നെ ജോമിയും കൊണ്ട് അവിടെ പോയി സീറ്റ് പിടിച്ചോട്ടോ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ് മേടിക്കുന്നവർ. പിന്നെ രാത്രിയായിട്ട് ഞങ്ങളൊന്നും ബോട്ടിൽ കയറാൻ പോയില്ല. പിന്നെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് ജീപ്പ് റൈഡ്, കാർ റൈഡ്, ഒരു കുഞ്ഞിനെ 100 വെച്ചാൽ അത് 10 മിനിറ്റാന്ന് തോന്നുന്നു. 10 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ സമയമുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. രാത്രിയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും കാണാൻ പറ്റിയില്ല അവിടെ നിന്ന്. പിന്നെ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ ഫുഡൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ബെസ്റ്റ് പാർക്കാണ്. ജോസിക്കുട്ടിയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 8 മണിയായി. 9 മണിക്കാണ് ക്ലോസിംഗ് എന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ നേരെ വന്നത് ഐസ്ക്രീം കുടിക്കാനായിരുന്നു. ഐസ്ക്രീം കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.